100 കടക്കും ലീഡ്. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും UDF എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ലീഡ് നില 101 സീറ്റിൽ UDF ലീഡ്. 60 സീറ്റുകളാണ് LDF നിന്ന് പിടിച്ചെടുത്തത്. 101 സീറ്റിന്റെ ലീഡ് നില. UDFന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ആഹ്ലാദത്തിന്റെ തിരകളാഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. 101 സീറ്റ്. ഇതൊരു പക്ഷേ UDF പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത് പ്രതീക്ഷിച്ച ചുരുക്കം ചിലൊരാൾ പ്രതിപക്ഷ നേതാവ് മാത്രമായിരിക്കും. സതീശന്റെ കൂടെയുള്ള ആൾക്കാരും. ഇന്നലെ സതീശനുമായിട്ട് വളരെ അടുത്തൊരു കക്ഷിയായിട്ട് സംസാരിക്കുമ്പോൾ അവർ പോലും 85 പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ സതീശൻ ഇന്നലെ എടുത്ത മൗനം ഇന്നത്തെ ഗംഭീരമായ ഒരു തഗ്ഗടിക്കാനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ അദ്ദേഹം എടുത്തത് ഗോൾഡൻ സൈലൻസ് ആണ്. ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പലകുറി മൈക്ക് വെച്ചപ്പോഴും സതീശൻ മൗനം അവലംബിച്ചു. അതൊരു നിഗൂഢമായ മൗനമായിരുന്നു. ഇന്ന് അധികം ധീരമായി ചിരിക്കാൻ ഞാൻ പറഞ്ഞെടുത്ത് വന്നില്ല എന്ന് അദ്ദേഹത്തിന് ഒരു മീമുണ്ടല്ലോ, ഇങ്ങനെ വെക്കുന്ന ഒരു മീം. അതിലേക്ക് ആ മീം വീണ്ടും എടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയായിരുന്നു എന്ന് വിചാരിക്കണം. UDF 101 എത്തുമ്പോ പടുകൂറ്റൻ പരാജയം. ഇതിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സ്വാഭാവികമായിട്ടും പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ മുഖം മാത്രം എക്സിബിറ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ പാർട്ടി തോക്കുകയും ചെയ്തില്ല. പിണറായിയും തോറ്റു, പാർട്ടിയും തോറ്റു. പിണറായി വിജയൻ തോറ്റു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ തോൽവിയാണ്. ഇങ്ങനെ 4 റൗണ്ടിൽ പിന്നിൽ പോകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ വളരെ വീക്കായിട്ടുള്ള ഒരു എക്സിറ്റ് ആണെന്ന് പറയാതെ വയ്യ. ദുർബലമായ ഒരു ഇറങ്ങിപ്പോക്കായിരിക്കും. അദ്ദേഹത്തിന് മതിയായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പടം മാത്രം വെച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിലൊരു പ്രധാന കാര്യമുണ്ട്. പിണറായി വിജയന്റെ മുഖം കാണുമ്പോൾ ജനങ്ങൾ എന്തൊക്കെ ഓർത്തു എന്നതാണ്. വീട്ടിൽ പോയി ചോദിക്കുക എന്ന വാചകം ഓർത്തു, കടക്ക് പുറത്ത് എന്ന വാചകം ഓർത്തു, വെള്ളാപ്പള്ളി നടേശന്റെ മുഖം ഓർത്തു. പിണറായി വിജയനെ കണ്ടപ്പോ പിണറായിയുടെ മുഖം മാത്രമല്ല പത്മകുമാറിനോർത്തു. അപ്പൊ ജനങ്ങൾ ആ മുഖത്ത് പലതും ഓർത്തു. വെള്ളാപ്പള്ളി നടേശൻ വിഷവർഗീയത പറഞ്ഞപ്പോ അതിനെ പിന്തുണച്ചതോർത്തു. അത് ഈ കേരളത്തിന് നല്ലതല്ല എന്നോർത്തു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലതല്ല എന്ന് ആരോർത്തു? കമ്മ്യൂണിസ്റ്റുകാർ ഓർത്തു. ഇത് CPM-ന്റെ എതിരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ചെയ്ത വോട്ട് മാത്രമാണോ? അല്ല. ഇടതുകോട്ടയിൽ ഇറങ്ങിപ്പോയ മനുഷ്യർ, മതനിരപേക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആശയത്തിന് വേണ്ടി ചെയ്ത വോട്ടാണ് 101. ഈ 101 ഞങ്ങൾ എങ്ങനെ വരും എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പറഞ്ഞ കാര്യമുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പാർട്ടി ഈ കളിക്കുന്ന കളി അപകടം പിടിച്ച കളിയാണ്, ഇതൊരു പന്ന കളിയാണ് എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ കൂടിയാണ് CPM-നെ തിരുത്തുന്നത്. CPM-നെ തിരുത്തൽ വോട്ടാണിത്. ആ പാർട്ടിക്ക് തിരുത്താൻ കഴിയും. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ അപകടം പൊളിറ്റിക്സ് LDF ആണോ? സംശയമില്ല, അപകടം പൊളിറ്റിക്സ്. അതായത് ഞങ്ങൾക്ക് ജയിക്കാൻ പല കുറുക്കു വഴിയും എടുക്കാം. അതിൽ അമിത്ഷാക്ക് എടുക്കുന്ന പോലത്തെ സംഗതിയും എടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വിഷവർഗീയതയ്ക്ക് താലം പിടിച്ചു കൊടുത്താൽ കുറുക്കു വഴിയിലൂടെ എഞ്ചിനീയറിംഗിലൂടെ വിജയിക്കാമെന്ന് വിചാരിച്ചു. അത് പാളിപ്പോകുന്ന കാഴ്ച. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ മതി. അതിനപ്പുറം ഒരു വരി കടന്നാൽ തോൽപ്പിച്ച് വീട്ടിലിരുത്തും എന്ന് കേരളം പ്രഖ്യാപിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്നത് കാണുക. ആഹ്ലാദ പ്രകടനത്തിൽ KC വേണുഗോപാലിന്റെ കട്ടൗട്ടും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണണമല്ലോ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മഹാനാണ്, അതിലൊരു തർക്കമില്ല. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അർഹതകളും ഉണ്ട്. അപ്പൊ അദ്ദേഹം ആഘോഷിക്കപ്പെടട്ടെ എന്നാണ്